ഡോക്ടർ, എന്തുകൊണ്ടാണ് നമുക്ക് ഈ വായനാറ്റം അനുഭവപ്പെടുന്നത്? അതിന് കുറെ കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചാലും നന്നായി വാ കഴുകുക. ഈവൻ ദോ ഇപ്പം ചായ കുടിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴും എന്തായാലും നന്നായി വായ കഴുകിയിരിക്കണം. ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് ജിഞ്ചവൈറ്റിസ് അല്ലെങ്കിൽ മോണരോഗം ഉണ്ടാകാം. അത് കാരണത്തിലൂടെ നമുക്ക് വായനാറ്റം ഉണ്ടാകാം. സ്റ്റോമി എന്ന് പറഞ്ഞാൽ ഉമിനീര് കുറവുള്ള പേഷ്യൻസ്, ഡ്രൈ സോഫറ്റ് അങ്ങനത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞിട്ട് നന്നായി ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാതെ ആ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നതാണ് ഡ്രൈ സോക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് കുറെ നാള് കേടായിട്ട് ലൈക്ക് നമ്മളിപ്പോ റൂട്ട് കനാലൊക്കെ ചെയ്യാതെ കേടായിട്ടിരിക്കുന്ന അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിൽ വരാം. പിന്നെ കാൽക്കുലസ്, പ്ലാക്ക് അങ്ങനെയൊക്കെ ഫോം ചെയ്യുന്ന പ്രോട്ടീൻ ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺസ് ആണ്. ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങളാണ് നമുക്ക് ഡെന്റൽ റിലേറ്റഡ് ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് വരാം, ലൈക്ക് ടോൺസിലൈറ്റിസ്, സൈനസൈറ്റിസ്, അല്ലെങ്കിൽ ദഹനക്കുറവ്, ഇൻഡൈജഷൻ ഉള്ള പേഷ്യൻസിന് വരാം. പിന്നെ നമ്മൾ കുറച്ച് മരുന്നുകൾ കഴിക്കുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഉള്ള വയനാറ്റുകൾ ഉണ്ടാകാം. ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ്, ഡു ഫോളോ us.